ഓക്കെ. എനിക്കിപ്പോൾ ഒരുപാട് നാളായി മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇക്ക ലൈഫിൽ കിട്ടിയൊരു ബെസ്റ്റ് ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? Take away, each and every film is a takeaway. Each and every meeting, each and every actors is a takeaway. Each and every technician, അവരുടെ ക്രിയേറ്റിംഗ് കുറേ കുറേ സ്നേഹം തന്നിട്ടുണ്ട്. സ്നേഹം തരണത് നോട്ട് ഓൺലി ആക്ടേഴ്സ്, അവരല്ല കൂടുതൽ സ്നേഹം തരുന്നത്. ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ബോയ്സ്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കുറേ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഇവരെയൊക്കെ സ്നേഹമാണ് കുറേ കിട്ടിയിരിക്കുന്നത്. ദേ ഓൾ ലൈക്ക് മീ സോ മച്ച് ആൻഡ് ഐ ഓൾസോ ലൈക്ക് ദം സോ മച്ച്. എന്നാണ് ഇക്കാൻ നമുക്കൊരു നായകൻ വേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുക? ഞാൻ അതിനാണ് സിനിമയിൽ വന്നത്. ബട്ട് പ്രോബബ്ലി ഇറ്റ് വിൽ ഹാപ്പൻ വെരി സൂൺ. എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടോ? എൻ്റെ മനസ്സിൽ കുറേ ഉണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ റൈറ്റ് ടൈം, റൈറ്റ് വേ. ഇനി ഒരു സമയം തെറ്റിച്ച് ചെയ്യരുത്, കറക്റ്റ് സമയത്താണ് ചെയ്യണത്. ഓക്കെ. ഇക്ക പറഞ്ഞല്ലോ നായകൻ ആവണമെന്ന് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്. പിന്നെ അതെങ്ങനെയാണ് ഒരു വില്ലൻ ട്രാക്കിലേക്ക് മാറിപ്പോയത്? ട്രാക്കിൽ മാറിപ്പോയതല്ല, ഇത് സർക്കംസ്റ്റൻസ് ആണ്, സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങൾ അതിലേക്ക് എന്നെ വളച്ച് മാറ്റിയതാണ്. സി, ഐ ഗോട്ട് മാരീഡ് വെൻ ഐ വാസ് 21. ഓക്കെ, 21 and she is 19. I have no job. I am 19-ൽ എൻ്റെ ഫസ്റ്റ് ഫിലിം തുടങ്ങി. 19-ൽ തന്നെ ഐ ഡിഡ് 2 movies. ഒന്ന് തെലുഗു, ഒന്ന് സുഖം സുഖരം. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് നോ മൂവീസ്. നടുക്ക് ഐ ഗോട്ട് എ ഫിലിം വിത്ത് പ്രതാപ് പോത്തൻ സാർ കോൾഡ് ആത്മ. ഓക്കെ, നടുക്ക്. പിന്നെ ഐ ഹാവ് നോ മൂവീസ്, ഒന്നുമില്ല. എവ്രിവെയർ ഐ ഗോ ഇറ്റ്സ് റിജക്ഷൻ. ബിക്കോസ് ഞാൻ അതിലേക്ക്, അവരുടെ കുറ്റമല്ല, ഐ എം നോട്ട് സൂട്ടബിൾ ഇൻ ടു ദാറ്റ്. ഐ എം ലുക്കിംഗ് വെരി യങ്. ഐ എം 19, ബട്ട് 19 ഇല്ല, ലുക്കില്ല എനിക്ക്. ഹരിഹരൻ സാർ ഒരു പടത്തിൽ വിളിച്ചിട്ട് ദെൻ ഐ വാസ് ലുക്കിംഗ് യങ്കർ ദാൻ റംബ. റംബാൻ്റെ അനിയനെ പോലെ ഇരുന്നു, അതിൽ നിന്ന് മാറ്റി. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി, ബട്ട് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. സോ ഐ എം മാരീഡ് ടു 21 ആയപ്പോൾ ഐ ഗോട്ട് മാരീഡ് ടു ഉമ. ദെൻ ഐ ഹാവ് നോ ജോബ്. ദെൻ എനിക്ക് വരുന്നത് ഐ ഹാവ് ടു ഗ്രാബ് വാട്ട് ഈസ് കമ്മിങ്. ഐ ഹാവ് ടു ഗ്രാബ്. വില്ലനും അപ്പോൾ ലുക്കില്ല. ഐ എം ട്രൈങ് ടു ഡു സംതിങ് എൽസ് ആൻഡ് മേക്ക് അവരെ ഐ ക്യാൻ പെർഫോം. ഈ പെർഫോം ചെയ്ത് കാണിക്കുന്നവരെ ധൈര്യമാണോ അല്ലേ, നമ്മൾ പെർഫോം ചെയ്യുമല്ലോ എന്ന് അറിയില്ല. തീർച്ചയായും ക്യാമറയുടെ മുമ്പിൽ നിന്ന് എല്ലാവരും ആക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. യു ഹാവ് ടു കം ആൻഡ് പെർഫോം ദാറ്റ് ക്യാരക്ടർ. സോ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് ലാസ്റ്റ് ഈ ഇങ്ങനെ വീണ് ട്രാക്കിലേക്ക് വീണപ്പോൾ ഐ കോട്ട് ഹോൾഡ് ടു ദാറ്റ് ടു ഫോർ ദ സർവൈവലിന് വേണ്ടി ഞാനത് പിടിച്ചു. പിന്നെ അതിങ്ങനെ മാറി പിന്നെ അതിൽ നിന്ന് മാറി വിജയുടെ കൂടെ ബദ്രി ചെയ്ത്, അതൊക്കെ വേറെ ക്യാരക്ടറാണ്, അതൊക്കെ പോസിറ്റീവാണ്. പിന്നെ പെട്ടെന്ന് എനിക്ക് റീച്ച് ഔട്ടായി കിട്ടിയത് അതാണ്. സോ അത് ഞാൻ വിട്ടില്ല, പിടിച്ചു ടു ടേക്ക് കെയർ ഓഫ് മൈ വൈഫ് ആൻഡ് മൈ ഫസ്റ്റ് കിഡ് ഷാരിഖിനെ. സോ അതാ പറഞ്ഞത്, സർക്കംസ്റ്റൻസസ് മെയ്ഡ് മീ ടു ഡു ദാറ്റ്. അതാണത്. മകൻ സിനിമയിലേക്ക് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ചെയ്യുന്നുണ്ട്. മോൻ ഒരു പടം ചെയ്ത്, ഇറ്റ്സ് കോൾഡ് പെൻസിൽ. അവിടെ കുറേ ശ്രദ്ധിക്കപ്പെട്ട പടമാണ്. ഇപ്പോൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. മലയാളത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ? യെസ്, അങ്ങനെയൊന്നും ബാറൊന്നുമില്ല. എനി ടൈം ഹി ക്യാൻ ബി ഹിയർ. ഓക്കെ. അപ്പം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? കേസ് ഡയറി റിലീസായി. തിയേറ്ററിൽ ഗുഡ് റെസ്പോൺസ് ആണ്. ഇന്നലെ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് പോയിരുന്നു. അതിൽ തൃശ്ശൂരിൽ എസ്പെഷ്യലി വെരി ഗുഡ് റെസ്പോൺസ്. കുറേ ഫാമിലി ഉണ്ടായിരുന്നു, കുറേ യൂത്ത് അല്ല, ടീനേജേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ടീനേജേഴ്സ് ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളുണ്ടായിരുന്നു. സോ മൂവി വാസ് ഹൗസ്ഫുൾ. സോ ഐ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ വിജയ് ആൻ്റണീൻ്റെ ഒരു പടം തമിഴിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മൈസെൽഫ് ആൻഡ് രവീന ടണ്ടോണാണ് അതിൽ പെയർ ചെയ്യുന്നത്. 1 മൂവീസ് ഹാപ്പനിങ് ഇൻ മൂന്നാർ. പിന്നെ ഗോകുലം മൂവീസിൻ്റെ ബബ്ബ ഉണ്ട്. സോ അങ്ങനെ ബബ്ബയുടെ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അത് എൻ്റെ അടുത്തില്ല, വിശേഷം ഇല്ല. അഭിനയിച്ചതേ ഉള്ളൂ. ഒരുപാട് ഞാൻ ഉണ്ടെന്ന് പറയരുതെന്ന് പറഞ്ഞാണ് എല്ലാവരും അറിഞ്ഞു. അവസ്ഥ വെച്ച് പടം ഇതിൽ അഭിനയിച്ചിട്ട് പറയരുത് കേട്ടാ. ഓക്കെ, പറയില്ല. ലാലേട്ടനുണ്ട്, മമ്മൂക്ക ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അത് ആദ്യത്തെ പറഞ്ഞ ആളുണ്ട്, ലാലേട്ടനുണ്ട്. പിന്നെ വന്നു അഭിനയിച്ചു കഴിഞ്ഞ് വന്നു. അതെനിക്ക് പക്ഷേ ഒരു ഹാപ്പനിങ് മൂവി ആയിരിക്കും. കാരണം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റിലൊക്കെ ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ചെറിയൊരു ഇതാണ്, ശരിക്കും അത് വരാൻ പോണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് ബബ്ബേനെ പറ്റി. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്.
എല്ലാവരും ഷൂട്ടിംഗ് സ്പോട്ടിൽ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. മൂവിയുടെ പേര് പോലെ തന്നെയാണ് സിനിമയും. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇക്ക അഭിനയിച്ച ഒരു കുറച്ച് സിനിമയും പറയും. അപ്പൊ ആ സിനിമകളെ പറ്റി പറയുമ്പോൾ ഇക്കൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ഫസ്റ്റ് മൂവി എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് ഗജിനി. ഗജിനി ഫസ്റ്റ് ഓർമ്മ വരുന്നത് എയർ മുരുകദാസ്. പുള്ളിയാണ് അത് കാസ്റ്റ് ചെയ്യണത്. ദ എൻറ്റയർ മൂവി പുള്ളി പറയുമ്പോഴേ ഐ വാസ് വെരി ത്രിൽഡ്. പിന്നെ അത് വീണ്ടും പോയി ഹിന്ദിയിലേക്ക് കാസ്റ്റ് ചെയ്യണത് അമീർ ഖാനാണ്, മുരുകദാസ് അല്ല. ഈവൻ ഫോർ മെനി ഓപ്ഷൻസ്. പിന്നെ പുള്ളി പറഞ്ഞ ഈ പടത്തിൽ 3 പേരെ മാറ്റരുതെന്ന് പറഞ്ഞു. അസീൻ, റിയാസ് ഖാൻ ആൻഡ് വില്ലൻ പ്രകാശ് റാവത്ത്, 3 പേരെ മാറ്റരുത്, ബാക്കി എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു. സോ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. സോ അതാണ് ഗജനിയിലെ മെയിൻ മൂമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ രഹസ്യ പോലീസ് എനിക്ക് ഡയറക്ടർ സാറിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്നാണ് വിളി വരുന്നത്. ഐ വാസ് നോട്ട് റെഡി ഫോർ ദ മൂവി. ഞാൻ വേറെ ഏതോ സിനിമയിൽ ചെന്നൈയിലായിരുന്നു. അങ്ങനെ വിളിച്ച് 3 ദിവസത്തിനാണ് ലൊക്കേഷനിൽ വന്ന് അഭിനയിച്ച പടമാണ് രഹസ്യ പോലീസ്. ഓക്കെ, വേഷം വി എം വിനുവിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു. ബാലേട്ടൻ, മയിലാട്ടം, വേഷം എല്ലാം ഹാട്രിക് ഹിറ്റ് ആയിരുന്നു. അതൊക്കെ ഹാട്രിക് സൂപ്പർ ഹിറ്റ് ഫിലിംസ് ആയിരുന്നു. വേഷത്തിൽ അഗൈൻ ബി എം വിനു സാറിനൊപ്പം അഭിനയിച്ചത്. മറക്കാൻ പറ്റാത്ത ബീച്ചിലെ സീൻ. ഓക്കെ, കാസിനോവ റോഷൻ ആൻഡ്രൂസിനടുത്ത് ഞാൻ ജസ്റ്റ് ഫോൺ ചെയ്തോളൂ. ഒരു ഫോണാണ്. ബിക്കോസ് എനിക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, എന്താണ് കാസിനോവ എന്താണെന്ന് അറിയാം. ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ മൂവി. പക്ഷെ ഞാൻ വിളിച്ചിട്ട് നേരെ അത് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റോഷൻ ആൻഡ്രൂസ് എൻ്റെ ഫാദറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ദാറ്റ്. സോ ഹി വാസ് എ ബിഗിനർ ദാറ്റ് ടൈം. സോ മൈ ഫാദറിൻ്റെ കൂടെയായിരുന്നു അയാൾ ബിഗിനിങ്സ് ചെയ്തത്. സോ എനിക്കറിയില്ല. ഞാൻ വിളിച്ചപ്പോൾ തിരിച്ച് റോഷൻ ആൻഡ്രൂസ് എന്നോട് പറഞ്ഞ്, റിയാസ്, ഇത് ഞാനാണ് വിളിച്ച് തരേണ്ടുള്ളത്. ഐ വർക്ക്, എനിക്ക് ഫസ്റ്റ് ജോബായിട്ട് തന്നത് ഫാദറിൻ്റെ ഇതിലാണ്. സോ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ചോദിച്ചല്ല. സോ ഐ എം വെരി ബഡി റോഷൻ ആൻഡ്രൂസ് ആൻഡ് റോഷൻ ആൻഡ്രൂസ് അത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. വി ആർ വെരി തിക് ഫ്രണ്ട്സ്. ഓക്കെ, ടു കൺട്രീസ് ഏറ്റവും കൂടുതൽ ഇക്കടുത്ത് ചോദിക്കുന്നത് ആ ഒരു ക്യാരക്ടറിനെ പറ്റിയായിരിക്കും. ടു കൺട്രീസ് ഒള്ളി ദിലീപേട്ടൻ. സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ഒരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിംഗ് അതിരപ്പള്ളി വാട്ടർഫാൾസിൽ കഴിഞ്ഞിട്ട് ഐ കെയിം ടു ദ എയർപോർട്ടിൽ വരുമ്പോൾ ദിലീപേട്ടന് ഫോൺ വന്നപ്പോൾ എവിടെയാണ് റിയാസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോണേന്ന് പറഞ്ഞ്, കയറണ്ട, വണ്ടി തിരിച്ച് വാന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഞാൻ പോണം, എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, തിരിച്ച് വാന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ എവിടെ പറഞ്ഞു വെച്ചപ്പോൾ ഹോളിഡേയിൽ വരാൻ പറഞ്ഞ് ഹി വാണ്ടഡ് മീ ടു ഡു ദാറ്റ് ക്യാമിയോ റോൾ. പക്ഷേ സെറ്റിൽ ആർക്കും അറിയില്ല ഞാനത് ചെയ്യാൻ പോകണമെന്ന്. ഹി ഓൾറെഡി ഡിഡ്. ഞാൻ സെറ്റിൽ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് പറ, വേണോ വേണ്ടയോ. അങ്ങനെ ചെയ്താണ്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഓരോ സിനിമകളുടെ പേര് ചോദിച്ചപ്പോൾ തന്നെ ഓരോ ലൈക്ക് ഡയറക്ടർ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞു. ലൈക്ക് അപ്പം ഈ ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു എത്ര വർഷമായി, 19-ാം വയസ്സിൽ സിനിമയിൽ 35 ഇയേഴ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും, മൈൻഡിലേക്ക് ഒരുപാട് മുഖങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മുഖം ആരുടെ ആയിരിക്കും? കോടി രാമകൃഷ്ണ സാർ, ഫസ്റ്റ് ഡയറക്ടർ. Kodi Ramakrishna sir is no more now, but he is one of the biggest directors. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പറഞ്ഞു തന്നെയാണ്, സൗത്ത് ഇന്ത്യ ഹാസ്. കോടി രാമകൃഷ്ണൻ്റെയാണ്. ഞാൻ ഒരു പടം നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, അമ്മൻ, പൊട്ടമ്മൻ എന്നൊരു പടം പറയും. ഓക്കെ, വേറൊരു പടം നിങ്ങൾക്ക് പറഞ്ഞു മേ ബി യു നോട്ട് കാണില്ല, ഇത് താണ്ട പോലീസ് എന്ന് പറയും. വെരി ഫേമസ് പിക്ചേഴ്സ്. ഈസ് എ ലെജൻഡ് ഓഫ് ഡയറക്ടേഴ്സ്. പുള്ളിയാണ് എന്നെ ഫസ്റ്റ് ഫിലിം ഐ വർക്ക്ഡ് വിത്ത് മൈ കരിയറിൽ. സോ ഐ ഓൾവേസ് റിമെമ്പർ ഹിം. ഓക്കെ, ഈ ഒരു 35 ഇയേഴ്സിൽ എവിടെയെങ്കിലും ഒരു വേറൊരാളും കൂടി ഉണ്ട്, പറഞ്ഞാൽ മോശം. ഇപ്പോൾ അത് ഫസ്റ്റ് ക്യാമറ അവിടെ ഫേസ് ചെയ്താറുകൊണ്ടാണ് പറഞ്ഞത്, ബാലേന്ദ്ര മേനോൻ സാർ. ഓക്കെ, ഈ ഒരു 35 ഇയേഴ്സിൽ എവിടെയെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നിയ പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? നോട്ട് അറ്റ് ഓൾ. റിഗ്രറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കില്ലായിരുന്നു. നോ റിഗ്രറ്റ്സ്, ബട്ട് ഐ ഓൾവേസ് പുട്ട് എ ഹാർഡ് വർക്ക് എഫേർട്ട് ടു റീച്ച് സംവെയർ. So I've been doing that for a while. Okay. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരുപാട് പ്രൊജക്ട്സ് വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much.